വെൽക്കം ടു ലവ് ഫുഡ് ട്രാവലിൻ്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ ഡിറ്റുണ്ടൊപ്പം 5 മച്ചമ്മൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോർക്ക് വെച്ചിട്ടുള്ളൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇന്ന് പോർക്കും ചാനിയും വെച്ചിട്ട് നമ്മുടെ പണ്ടുള്ള രീതിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. തേങ്ങയൊക്കെ ചിരകി അത് വറുത്ത് പൊടിച്ച് അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മളൊരു 2 കിലോളം പോർക്ക് നന്നായിട്ട് ഫ്രൈ കട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് നന്നായി വാഷ് ചെയ്ത് കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 4-5 സബോള അരിഞ്ഞത്, ഒരു 2 കഷ്ണം വലിയ ഇഞ്ചി അരിഞ്ഞത്, ഒരു 5-6 പച്ചമുളക് നടു കീറിയത്, ഇനി അതിലേക്ക് 3 സ്പൂണോളം മുളക് പൊടി, 3-3.5. നിങ്ങൾക്ക് എന്താണ് എത്രയാണ് എരിവ് വേണ്ടത് അതുപോലെ അതനുസരിച്ചിട്ട് എരിവിടാം. 1/2 സ്പൂണോളം കുരുമുളക് പൊടി, മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇടാം. നിങ്ങളുടെ എരിവും ഉപ്പും അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ്, എന്തോരം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റുകൾ വേറെ വേറെ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എത്രയാണ് എരിവ് അതിനനുസരിച്ചിട്ട് മസാലകളൊക്കെ ആഡ് ചെയ്യാം. അതിൽ കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്യുക. ഏകദേശം ഒരു 3 സ്പൂൺ 4 സ്പൂണോളം മീറ്റ് മസാല ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ആകാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, വല്ലാണ്ട് വെള്ളമാണെങ്കിൽ പോർക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് വെള്ളവും കൂടും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. എന്നുവെച്ചാലാണ് ആ പോർക്കിൻ്റെ സ്മെല്ല് ഒന്ന് മാറി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു പോർക്ക് മാത്രമുള്ള ഒരു സ്മെല്ലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോർക്കിൻ്റെ സ്മെല്ല് മാറാൻ വേണ്ടി കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലൊരു ഏകദേശം ഒരു 4-5 വിസിൽ അതുകൊണ്ടാവും. ഏകദേശം 4-5 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നാളികേരം വറക്കാം. ഏകദേശം ഒരു വലിയ നാളികേരം ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി. ഇപ്പോൾ പാൻ ചൂടായി, അതിലേക്ക് നമ്മൾ നാളികേരം ഇട്ടു. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരുമിച്ചിടാം. ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവാം. പുളിറുമ്പിൻ്റെ കളറാക്കണ പോലെ നന്നായിട്ട് ആവണ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം. കുറച്ച് പണിയുണ്ട്. ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യണം. ഫ്രൈ ആകുമ്പോഴല്ലോ ഒരു ജാതി സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. അതിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില. ഇതൊക്കെ നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കണ സംഭവം.
എനിക്ക് നമ്മളൊരു ഏകദേശം ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, തനി നാടൻ വെളിച്ചെണ്ണ. അപ്പോൾ എൻ്റെ വീട്ടിൽ നാടൻ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഏകദേശം നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങണതോ അതിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പുളിയുറുമ്പിൻ്റെ കളറ് വരുന്നവരെ അപ്പോൾ ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ? പ്രത്യേക സ്മെല്ലുണ്ടല്ലോ, ആ നാളികേരമൊക്കെ വറക്കുമ്പോൾ ഉള്ള സ്മെല്ല് അടിപൊളിയാണ്. ഇനി അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്തുണ്ട്, ഏകദേശം നന്നായിട്ട് വെന്ത് ഉടയണ്ട കേട്ടോ. അപ്പോൾ ആ പോർക്ക് മാത്രം മാറ്റിയിട്ട് അതിൻ്റെ ആ നെയ്യ് മാത്രം ഊറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് പോർക്ക് വെന്ത് കഴിഞ്ഞാൽ പോർക്കും ചേനയിടുമ്പോൾ പെട്ടെന്ന് പോർക്ക് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ നെയ്യ് മാത്രം നമ്മൾ ഊറ്റിയെടുത്തു. കാണുമ്പോൾ കൊതിയുണ്ടേ, ഇതന്നെയാണ് സംഭവം. ഇനി ഇതിൻ്റെ നെയ്യ് ഇട്ടിട്ടാണ് നമ്മൾ ചേന വേവിക്കാൻ പോണത്. ആ നെയ്യ് വീണ്ടും കുക്കറിലേക്ക് തന്നെ വീണ്ടും ഒഴിച്ചു. നമ്മുടെ ചേന നമ്മൾ ഇതുപോലെ കണ്ട ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഇടാം. ഏകദേശം ഒരു വലിയ ചേന ഒരു പകുതിയോളം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം 2 കിലോ എടുക്കുകയാണെങ്കിൽ ഒരു 1.5 കിലോ ചേന എടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇത് 1.5 കിലോ എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാം. നെയ്യിൽ ശരിക്കും ആ ചേനയൊക്കെ ഒന്ന് മിക്സ് ആവണം. നന്നായിട്ട് മിക്സാക്കി ഇത് ഏകദേശം നമുക്കൊരു 2 വിസിലോളം മതി. നന്നാ കണ്ടോ, 2 വിസിലായി കണ്ടോ. ഏകദേശം ഇങ്ങനെ പെട്ടെന്ന് വെന്ത് ഉടയാൻ പറ്റാത്ത പോലെയൊക്കെയുണ്ട്. ഇതൊരു പാനിലേക്ക് മാറ്റാം, ചേന മാത്രം. ചേന വേവിക്കുമ്പോൾ ഇത്തിരിയെങ്കിലും കുറച്ച് നന്നായി വേവണം. ചേനയും പോർക്കും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യണേ. ഇപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മീറ്റ് മസാല കൂടി ആഡ് ചെയ്യാം. എന്നുവെച്ചാലാണ് ആ പോർക്കിൻ്റെ സ്മെല്ലൊന്ന് മാറി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മീറ്റ് മസാല കൂടി ആഡ് ചെയ്യണേ. കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്തു. അല്ലെങ്കിൽ പോർക്കിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മസാല ഒക്കെ ഒന്ന് ആഡ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നെയ്യ് ഉണ്ടല്ലോ, പോർക്കിൻ്റെ നെയ്യ് ചേനയിട്ട് വേവിച്ച് അതിൻ്റെ ബാലൻസ് നെയ്യ് കുറച്ച് ഒഴിച്ചു. എന്നുവെച്ചാലാണ് ആ ഫ്ലേവർ. ഓൾറെഡി ഇപ്പോൾ നെയ്യൊക്കെ ഊറ്റി കളഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് മിക്സിയിലടിക്കാം. അപ്പോൾ തണുത്തിട്ട് അടിച്ചാൽ മതി. ചൂട്ടോടെ അടിച്ച് കഴിഞ്ഞാൽ മിക്സിക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് 2 കറക്കം, വല്ലാണ്ട് അടിച്ച് ഭയങ്കരമായിട്ട് അരയണ്ട, ജസ്റ്റ് ഒന്ന് കടിക്കാനും കിട്ടണം നാളികേരം. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 കറക്കം കറക്കിയാൽ മതി. കണ്ടോ, ഇനി അതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം.
എന്നിട്ട് ഇവനൊന്ന് നന്നായിട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. ചെറിയ തീയിലിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് ചെറിയ തീയിൽ വേണ്ടിയിട്ട് വേവിച്ചിട്ടൊന്ന് ഒരു അരമണിക്കൂറോളം വയ്ക്കുക. അതുപോലെ ഇളക്കി വയ്ക്കുക. അങ്ങനെ നമ്മുടെ പോർക്കും ചൈനയും റെഡി ആയിട്ടുണ്ട്. ഇനി ഗൈസ്, അങ്ങനെ നമ്മുടെ പോർക്കും ചൈനയും ഇന്ന് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക. ഞങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. Let it go, make my body go. Take our bodies high.